മാംഗോ മെഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെടിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടെ നമ്മൾ പറയണം. ആ പഴയകാല ചരിത്രവും കൂടെ പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ചെടിയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ഹിസ്റ്ററി ഒന്ന് നിങ്ങളോട് പറയാം. അതിനുശേഷം നമുക്ക് ചെടിയെ പരിചയപ്പെടാം. 1967 നമ്മുടെ രണ്ടാം ലോകമഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് അമേരിക്കൻ ആക്രമണത്തിനെതിരെ വിയറ്റ്നാമിനെ ചൈന സഹായിക്കുന്ന സമയമാണ്. അപ്പോൾ ചൈനയുടെ സഹായത്തോടെ വിയറ്റ്നാം അമേരിക്കയ്ക്കെതിരെ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് വിയറ്റ്നാമിൻ്റെ മലയോര പ്രദേശങ്ങളിൽ മലമ്പ്രദേശങ്ങളിലൊക്കെ മലമ്പനി പടർന്നു പിടിച്ച് നമ്മുടെ സൈനികരെല്ലാം കൂട്ടത്തോടെ മരണമടയാൻ തുടങ്ങി. അപ്പോൾ അതറിഞ്ഞ് ദുഃഖിതനായ അന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സ്ഥാപകനും അതേപോലെ ജനകീയ ചൈനയുടെ ഭരണാധികാരിയുമൊക്കെ ആയിരുന്ന മാവോ സേതുങ് ഭയങ്കര ദുഃഖിതരായി. ഉടൻ തന്നെ ഉണ്ടല്ലോ മാവോ സേതുങ് മലമ്പനിക്കുള്ള വാക്സിൻ കണ്ടെത്തുന്നതിനായിട്ട് ഒരു ഗവേഷണ സംഘത്തെ നിയോഗിച്ചു. അപ്പം മിഷൻ 523 എന്നാണ് ഈ ദൗത്യത്തിന് അദ്ദേഹം പേര് നൽകിയത്. നമ്മുടെ ചൈനീസ് വംശജയും അതേപോലെ തന്നെ വൈദ്യശാസ്ത്ര ഗവേഷകയുമായ യൂയൂത്ത് എന്ന് പറഞ്ഞ വനിതയാണ് അതിൻ്റെ തലവിയായിട്ട് അദ്ദേഹം നിയമിച്ചത്. അപ്പോൾ ഇവർ യൂയൂത്ത് ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടത്തി ഇതിനുള്ള മരുന്ന് കണ്ടുപിടിക്കും. ഇവിടെ സൈനികർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇങ്ങനെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയെങ്കിലും ആ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ചൈനയുടെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഏതാണ്ട് 3000 വർഷം മുമ്പ് തന്നെ ഈ സാധാരണ പനിക്കായിട്ട് അവിടുത്തെ ഗ്രാമീണർ ആർട്ടിമിസിൻ അന്വ അല്ലെങ്കിൽ നമ്മുടെ ചൈനീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ കിങ് ഹാവോ, ഈ ചെടിയുടെ നീര്, അതിൻ്റെ ചെടി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് നമ്മുടെ സാധാരണ പനിക്ക് ഉപയോഗിക്കുന്നതായിട്ട് യൂയൂത്തും അറിയാനിടയായി. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭയങ്കര സുഗന്ധമാണ് അതിന്, ആ തീവ്ര സുഗന്ധമുള്ള ചെടിയിലായി പിന്നെ യൂയൂത്തിൻ്റെ പരീക്ഷണങ്ങൾ. അപ്പോൾ ആ പരീക്ഷണത്തിന് ഒടുവിൽ ഇതിനകത്ത് ആർട്ടിമിസിൻ എന്നൊരു മരുന്ന് അടങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവിടുത്തെ ഗ്രാമീണർ ഈ സാധാരണ പനിക്കായിട്ട് ഈ ചെടിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് ഉപയോഗിക്കുന്നതെന്നും അവർ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ യൂയൂത്ത് എന്ത് ചെയ്തെന്നറിയാവോ, പാരമ്പര്യ ആയുർവേദ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ച് അതിൽ നിന്നും തുടർ പരീക്ഷണങ്ങൾ നടത്തി ആർട്ടിമിസിൻ എന്ന മരുന്ന് വേർതിരിച്ചെടുക്കുകയും അത് മലമ്പനിക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷവും ഈ ആർട്ടിമിസിൻ എന്ന മരുന്ന് ഉപയോഗിച്ച് പല പരീക്ഷണങ്ങൾ നടത്തി നമ്മുടെ ആസ്മ, കഫക്കെട്ട്, അതേപോലെ തന്നെ ക്യാൻസർ, പിത്തഗ്രന്ഥിയിലെ അസുഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതിനൂടെ പിന്നീട് മരുന്നുകൾ കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2015 നോബൽ സമ്മാനം ചരിത്രത്തിൽ ആദ്യമായി യൂയൂത്തുവിലൂടെ ചൈനയിലെത്തി. മലമ്പനിക്കുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്. അപ്പോൾ ഈ മലമ്പനിക്കുള്ള വാക്സിനൊക്കെ ചൈനക്കാർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ആ ചെടി ആർട്ടിമിസിൻ അന്നോ അല്ലെങ്കിൽ കിങ് ഹാവോ എന്നൊക്കെ പറയുന്ന ആ ചെടി ഏതാണെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവും. ഒരു ആയുർവേദ പ്ലാന്റ് ആണ്, നല്ല സ്മെല്ലാണ്. നമ്മൾ ആവി പിടിക്കാനൊക്കെ, ഒരു ജലദോഷ പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കാനൊക്കെ വീട്ടിലുള്ളവർ അതൊക്കെ ഇട്ട് വെള്ളം തിളച്ച് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ആ ചെടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ ചെടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെടി. നമ്മുടെ 2015 യൂയൂത്ത് നമ്മുടെ മലമ്പനിക്കുള്ള വാക്സിൻ കണ്ടെത്തിയതിന് നോബൽ പ്രൈസ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് ഈ ചെടിയിൽ നിന്ന് മലമ്പനിക്ക് മരുന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഈ ചെടിയുടെ പേര് കർപ്പൂര തുളസി എന്നാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കർപ്പൂര തുളസി, മാസിപ്പത്രി, മക്കിപ്പൂവ്, തിരുനിത്രിപ്പച്ച, വേലിപ്പാതിരി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയാണ്. ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ആർട്ടിമിസ നിലഗ്രിക്ക എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. നമ്മൾ ദഹനം, ജലദോഷം, പനി, രക്തസമ്മർദ്ദം, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലണ്ടനിലാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് കൃഷി ചെയ്തത്. അന്ന് വാട്ടർ മിൻറ്റിൻ്റെയും പുതിനയുടെയും ഒരു സങ്കര ഇനമായിട്ടാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. പക്ഷേ അത് സക്സസ് ആയതോടുകൂടി ഇന്നിപ്പോൾ ലോകത്ത് എവിടെയും ഇതിൻ്റെ കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിന് ഔഷധ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, പണ്ടുകാലം മുതൽക്ക് ഇതിൻ്റെ ഇലകളുണ്ടല്ലോ നല്ലൊരു മികച്ച ഫ്ലേവറിങ് ഏജൻ്റാണ്. നമ്മുടെ ഭക്ഷണപാനീയങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല സ്മെല്ലായിരിക്കും. അതേപോലെ തന്നെ സ്മെല്ല് മാത്രമല്ല, ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. നമുക്ക് തലവേദനയോ അല്ലെങ്കിൽ ഒക്കെ ജലദോഷമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ചെറുതായിട്ടൊന്ന് എടുത്ത് വെള്ളത്തിലേക്ക് മുറിച്ചിട്ടിട്ടൊന്ന് ആവി പിടിക്കുമോ, അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി ട്രാവലൊക്കെ ചെയ്ത് ശരീരവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിട്ടിട്ട് ചൂടാക്കി ആ വെള്ളത്തിൽ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് റീഫ്രഷ് ആവും. ആ ഒരു ബാഡ് സ്മെല്ല് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും വളരെ നല്ലതാണ് കേട്ടോ.
നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഇലയ്ക്ക്, നല്ല സുഗന്ധമാണ്. അപ്പം നമ്മുടെ ഈ കർപ്പൂര തുളസിയുടെ ഇലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അതേപോലെ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും, അതേപോലെ തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവിനെ കൺട്രോൾ ചെയ്യാനും, ഹൃദയ സംബന്ധമായ തകരാറുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും, കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന മരുന്നുകൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് മരുന്ന് കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. തണ്ടുകൾക്കും അതിൻ്റെ വേരിനും എല്ലാ ഔഷധ ഗുണങ്ങൾ ഒരുപാടാണ്. ഇതിൽ വായിലെ വീക്കം, തൊണ്ട വീക്കം, ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് എല്ലാം ശമിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ഇലകൾ മികച്ച രീതിയിൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ഫലങ്ങൾ, വിശിഷ്ട ഫലങ്ങളൊക്കെ ഒരുപാട്, കാരണം ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ ഇലകൾക്കുണ്ടല്ലോ, ഇതിൻ്റെ ഇലകൾക്ക് ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി മൈക്രോബയൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ലോകത്തിലെ പല രാജ്യങ്ങളിലും പരമ്പരാഗതമായ ചികിത്സയ്ക്ക് പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ടുകാലം മുതലേ ഉപയോഗിച്ച് വന്നിരുന്നു, അത് ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പാൻക്രിയാറ്റിക് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ തടയാത്ത രീതിയിൽ, അതിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് ഈ ഒരു മരുന്നിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഉത്തമ ഔഷധം കൂടിയാണ്, നമ്മുടെ പ്രമേഹത്തിനെതിരെയുള്ള ഏറ്റവും നല്ലൊരു ഔഷധം കൂടിയാണ് നമ്മുടെ ഈ കർപ്പൂര തുളസി. നമ്മുടെ ഈ ഭൂപ്രകൃതി അനേകായിരം വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒക്കെ ഒരു കലവറയാണ്. ആചാര്യന്മാർ പല ഗ്രന്ഥങ്ങളിലും ഔഷധങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ആ അറിവുകൾ അത്ര പ്രചാരമില്ലാത്ത ഈ കാലഘട്ടത്തിലെ അറിവിലേക്കായി ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.